ഹായ് ഹലോ നമസ്കാരം. കുട്ടിപ്പട്ടാളം രാവിലെ എണീറ്റ് വന്ന് കുളിയും പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ മമ്മ കുളിപ്പിച്ചിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തില്ല. പറഞ്ഞാൽ അവിടെ മേക്കപ്പ് ചെയ്യുന്നത് തന്നെ ഈ ഡക്ക് കരയുന്നത് എന്താ? ഒരു കുളം ഉണ്ടായിരുന്ന ആ ഡക്കിനെ എടുത്ത് കുളത്തിലേട്ടിട്ട് നീന്തിക്കായിരുന്നു എന്ന് വരെ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ജസ്ലി ജോലി ഇതാ മേക്കപ്പ് ചെയ്യുക, ഒരു സാധനവും കയ്യിലില്ല കേട്ടോ, തന്നെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്ന, കൈ കൊണ്ട് വെറും ആക്ടിങ്, എന്തൊക്കെ പൗഡർ ഇടുന്നു, കണ്ണെഴുതുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, പൊട്ട് കുത്തുന്നു എന്ന് വേണ്ട സകല പരിപാടികളും അവിടെ ചെയ്യുന്നുണ്ട്. ഇവളെങ്ങനെ ഇതിങ്ങനെ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ജസ്ലിൻ ജോലിനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരണ്ടേ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അവിടെ. പല പറച്ചിലുകൾ നടക്കുന്നുണ്ട്. കയ്യിൽ ഒരു സാധനങ്ങളും ഇല്ലാതെ ചുമ്മാ ആക്ടിങ്, ഫുൾ ആക്ടിങ് ആണ്. ഏതെടുക്കണം എന്തെടുക്കണമെന്ന് അറിയാതെ ഇതാ ജസ്ലിൻ പാഞ്ഞ് നടക്കുന്നു. ഇനി നമുക്ക് രാവിലെ ഉണ്ടാക്കിയത് എന്താണെന്ന് കാണാം. അങ്ങനെ ഇതാ കിച്ചണിൽ വന്ന് ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും പച്ചമുളകും എല്ലാം അരിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒപ്പം കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കുക, തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞു കഷ്ണമാക്കിയിട്ട്. പിന്നെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത്രയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും കുക്കർ വിസിലൊക്കെ അടിച്ച് ആവി പോയി വന്നു. ഞാൻ തുറന്നു. നമ്മുടെ ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ കൂടെ ക്യാരറ്റ് എണ്ണയിലും ഇടാവേ, നല്ല ടേസ്റ്റാണ്. പിന്നെ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഇട്ട് പൊട്ടിക്കും കേട്ടോ. അതേപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അത് പട്ടയും ഗ്രാമ്പും ഏലക്കയാട്ടോ ഇട്ടേക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞുഴുന്ന് പരിപ്പില്ലേ, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കുന്ന ഉഴുന്ന് പരിപ്പല്ല, അല്ലാതെ പൊട്ടിക്കാൻ കുഞ്ഞുഴുന്ന് പരിപ്പുണ്ട്. അപ്പോൾ ആ ഉഴുന്ന് പരിപ്പിട്ട് അതുകൂടെ ഒന്ന് നന്നായിട്ട് വാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടു. ഈ ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും, അതുപോലെ തന്നെ ഈ ബാജിയുടെ ഇടയ്ക്ക് അത് കടിക്കാൻ കിടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കേട്ടോ. ഈ കുഞ്ഞുഴുന്ന് പരിപ്പ് തന്നെ വലുത് പൊട്ടിക്കുമ്പോൾ ഭയങ്കര വലുതായിട്ട് കിടക്കും. ഈ കുഞ്ഞാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല രുചിയാട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല വേണമെങ്കിൽ വീട്ടിൽ പൊടിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. പക്ഷേ ഓൾറെഡി സ്പൈസസ് ഒക്കെ പൊട്ടിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതാ നല്ല പോലെ ഉടച്ച് ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടു. അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്താൽ മതി. ഒന്ന് പറയാൻ മറന്നുപോയിട്ടോ, പത്തലമുളകും കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഉപ്പും ചെക്ക് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. ബാജി റെഡിയായി. ഇനി ചപ്പാത്തിയും ചുട്ടാൽ ചൂടോടെ കഴിക്കാം. രണ്ടുപേരും അവിടെ കാത്തിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കുക. ഇവിടെ ഇടയ്ക്കുണ്ട്, അടുക്കളയിലുണ്ട് രണ്ടുപേരും, ഓരോന്നൊക്കെ വന്ന് നോക്കിയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ, സീ യു.